മുണ്ടക്കൈ ദുരന്തത്തിൽ കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ 3 ആഴ്ചയ്ക്കകം കേന്ദ്രം നിലപാടറിയിക്കണമെന്ന് ഹൈക്കോടതി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യമായ നടപടി സ്വീകരിക്കണം. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കേരളത്തിന് 1 രൂപ പോലും ലഭിച്ചില്ലെന്ന് അമിക്കസ് ക്യൂറി. അയൽ സംസ്ഥാനമായ കർണാടകയ്ക്കും തമിഴ്നാടിനും കേന്ദ്രത്തിൻ്റെ ഫണ്ട് ലഭിച്ചതായും അമിക്കസ് ക്യൂറി കണ്ടെത്തുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് കൂടി ചേരുകയാണ്. ഉമേഷ്, ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന തരത്തിലേക്ക് കൂടി ഈ ഹൈക്കോടതിയുടെ വിധിയെ കോടതിക്ക് പുറത്ത് വിവക്ഷിക്കേണ്ടി വരും. എന്തൊക്കെയാണ് ഇന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് പറഞ്ഞത്? അജിംഷാദ്, ഈ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് പരിഗണിച്ച വേളയിലാണ് മറ്റു വിഷയങ്ങളെല്ലാം പരിഗണിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം അമിക്കസ് ക്യൂറി ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതായത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് 1 രൂപ പോലും ഇതുവരെ കേരളത്തിന് ലഭിച്ചിട്ടില്ല, സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്ന് അമിക്കസ് ക്യൂറി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒപ്പം അയൽ സംസ്ഥാനങ്ങളായ കർണാടകയ്ക്കും തമിഴ്നാടിനുമൊക്കെ കേന്ദ്രത്തിൻ്റെ ഫണ്ട് ലഭിച്ചു. ഇത്തരത്തിലുള്ളൊരു വിവേചനം അടക്കം അമിക്കസ് ക്യൂറി ഇന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് കോടതി പറഞ്ഞത് കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കണം. അത് 3 ആഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട നിലപാട്? കേരളത്തിന് സഹായം നൽകുന്നുണ്ടോ ഇല്ലയോ, അത് എപ്പോൾ നൽകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ 3 ആഴ്ചയ്ക്കകം അറിയിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അമിക്കസ് ക്യൂറി വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം ഈ വിഷയം പറഞ്ഞതാണ്. കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ ഒരു സഹായം പോലും ലഭ്യമായിട്ടില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി അടക്കം നേരിട്ട് സന്ദർശിച്ച് മടങ്ങും മുൻപാണ് ഇത്തരത്തിൽ ഒരു മെമ്മോറാണ്ടം ഒക്കെ തയ്യാറാക്കി സംസ്ഥാന സർക്കാരിനോട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചത്. അത് പരിഗണിച്ച് സഹായം നൽകാം എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിൻ്റെ വാഗ്ദാനം. പക്ഷേ നാളുകൾ ഇത്ര പിന്നിട്ടിട്ടും ഇതുവരെ 1 രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. കാര്യം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയും 3 ആഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അജിംഷാ, തീർച്ചയായും ഇത് ഒരു നിർണായകമായ വിധി കൂടിയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ അമിക്കസ് ക്യൂറിയുടെ കണ്ടെത്തലുകൾ തന്നെയാണ്. അതിനുശേഷം അത് കോടതി കൂടി ആ വിഷയത്തിൽ ഇടപെടുന്നു എന്ന സുപ്രധാനമായ കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ഒരു ദുരന്തമുണ്ടായാൽ ഇതിനുശേഷം 3 or 4 പേർ അല്ലെങ്കിൽ 40 പേരിൽ താഴെ മരിച്ചിട്ടുള്ള ദുരന്തങ്ങൾക്ക് പോലും, അതും ഈ വയനാടിന് ശേഷം നടന്ന ദുരന്തങ്ങൾക്ക് പോലും കോടികൾ അനുവദിക്കുന്ന കേന്ദ്ര സർക്കാർ അതിനുശേഷം കർണാടകയുടെ അടക്കം കാര്യങ്ങൾ എടുത്തു പറയുന്നു. പക്ഷേ എന്നിട്ടും കേരളത്തോട് ഇത്തരത്തിൽ ഉള്ള ഒരു അനുഭാവ സമീപനം ഉണ്ടായില്ല. അത് കേവലം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകേണ്ട ഔദാര്യമല്ല, വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ കാണേണ്ട ഒന്നല്ല. ഇത് ദുരന്ത ഭൂമികയിൽ നൽകേണ്ട അവകാശം കൂടിയാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഈ അവകാശത്തെ സംബന്ധിച്ചു കൂടിയാണ് ഒരുപക്ഷെ ഹൈക്കോടതിയിൽ പ്രതിഫലിക്കുന്ന വസ്തുതകൾ, അല്ലേ ഉമേഷ്? അതെ അജിംഷാദ്, ഈ ഒരു വിവേചനം സംബന്ധിച്ച് തന്നെയാണ് അമിക്കസ് ക്യൂറി ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം മുൻപില്ലാത്ത വിധം, ചരിത്രത്തിലില്ലാത്ത വിധം വലിയൊരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. അത് അതിൻ്റെതായ ഗൗരവത്തിലെടുത്ത് വലിയൊരു സഹായം സർക്കാരിന് നൽകുക, സംസ്ഥാന സർക്കാരിന് നൽകുക, അതാണ് കേരളം പ്രതീക്ഷിച്ചതും. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ നടപടിക്രമങ്ങൾ അതെല്ലാം സംസ്ഥാന സർക്കാർ പാലിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി മടങ്ങിയതാണ്. ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് അന്ന് വാഗ്ദാനം ചെയ്തത്. പക്ഷേ അതിന് പ്രകാരം സർക്കാർ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കേന്ദ്രത്തിന് മെമ്മോറാണ്ടം അടക്കം സമർപ്പിച്ചെങ്കിലും ഇതുവരെയും ഒന്നും ലഭിച്ചില്ല. കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. എന്നാൽ അത് ഈ കേരളത്തിനോട് മാത്രമാണ് ഈ അവഗണന എന്നൊരു കണ്ടെത്തൽ കൂടി അമിക്കസ് ക്യൂറി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാട്ടിലും അടക്കം കേന്ദ്ര സഹായം ലഭ്യമാക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വിവേചനം എന്നുള്ള കാര്യമാണ് അമിക്കസ് ക്യൂറി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ഈ സഹായം നൽകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ 3 ആഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. തീർച്ചയായും വളരെ സുപ്രധാനമായ ഒരു ഇടപെടൽ കൂടിയാണ് ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കേന്ദ്രം നിലപാട് അറിയിക്കണം എന്ന് കൂടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഉള്ള
ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്ന് പോയാൽ ഉമേഷ്. അജിംഷാദ, ഇത് ഈ എല്ലാ വെള്ളിയാഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക സ്വമേധയാ കേസ് ഹൈക്കോടതി എടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കോടതി പരിശോധിച്ചു വരികയാണ്. പുനരധിവാസവും ഒപ്പം ഇത്തരത്തിലുള്ള ധനസഹായം അടക്കം എല്ലാ വിഷയങ്ങളും കോടതി പരിശോധിച്ചു വരികയാണ്. അത് എല്ലാ വെള്ളിയാഴ്ചകളിലും അത് പരിഗണിക്കാമെന്നുള്ളതാണ് കോടതി നേരത്തെ അറിയിച്ചിരുന്നത്. അതിന് പ്രകാരമാണ് ഇന്നും ഈ വിഷയം ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചത്. അപ്പൊ അത് പരിശോധിക്കുന്ന വേളയിലാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇത്തരത്തിൽ എങ്ങനെയാകണം ഇത് അടക്കമുള്ള പല നിർദ്ദേശങ്ങളും മുമ്പ് പല ഇതിലും കോടതി സൂചിപ്പിച്ചിരുന്നു. ഉമേഷ്, തുടരാം. അതെ, ആ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇത് ധനസഹായം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം അമിക്കസ് ക്യൂറി എല്ലാ വിഷയങ്ങളും പരിശോധിക്കുന്ന കൂട്ടത്തിൽ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലൊരു വിവേചനം കേരളത്തോടുണ്ട് എന്നുള്ളത്. കാരണം അയൽ സംസ്ഥാനങ്ങളായ കർണാടകയ്ക്കും തമിഴ്നാടിനും വരെ കേന്ദ്രത്തിന്റെ ഫണ്ട് ലഭിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ മാത്രം ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും, കോടികളുടെ നഷ്ടം, ആൾനാശം അടക്കം ഉണ്ടായിട്ടും ഇതുവരെ തിരിഞ്ഞു നോക്കാത്തൊരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രധാനമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1 രൂപ പോലും ഇതുവരെ കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അമിക്കസ് ക്യൂറി ചൂണ്ടിക്കാട്ടിയത്. ഈ സാഹചര്യത്തിലാണ് കോടതി വിഷയത്തിൽ ഇടപെട്ട് 3 ആഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാരിനോട് നിലപാട് അറിയിക്കാനും ഒപ്പം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഈ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നും ഹൈക്കോടതി നിലപാടെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ 3 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും കോടതിയുടെ അടുത്ത വെള്ളിയാഴ്ചയും കോടതി ഈ കേസ് പരിഗണിക്കും. അതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട പുരോഗതി കേന്ദ്ര സർക്കാർ അറിയിക്കും. അതല്ല ഇനി സഹായം ലഭ്യമാകുമോ ഇല്ലയോ, എത്ര രൂപ നൽകുന്നുണ്ട്, അത് എന്നേക്ക് നൽകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത ആഴ്ച തന്നെ ഒരുപക്ഷെ 3 ആഴ്ചയ്ക്കകം അറിയിച്ചാൽ മതി. അത് ഒരുപക്ഷെ അടുത്ത ആഴ്ചയോ അതല്ലെങ്കിൽ 3 ആഴ്ച തികയുന്ന വേളയിലോ കേന്ദ്രം അറിയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം ജയചന്ദ്രൻ കൂടി ചേരുകയാണ് ഈ വിഷയത്തിൽ. ഉമേഷ്, തുടരുക. ശ്രീ ജയചന്ദ്രൻ, ഇടതുപക്ഷമോ അല്ലെങ്കിൽ കേരളമോ കേവലം രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ആരോപണമല്ല ഇത്. കാരണം വസ്തുതയാണ്. 100 കണക്കിന് പേർ മരിച്ചത്, 3 ഗ്രാമങ്ങൾ ഒലിച്ചു പോയത് ആയ ഒരു ദുരന്തത്തോട് അതും പ്രധാനമന്ത്രി 11ാം നാളെത്തി ഇത് നേരിൽ കണ്ടുപോയതാണ്. അതിനുശേഷം 1 രൂപ പോലും ഇവിടെ സഹായിച്ചിട്ടില്ല എന്നുള്ളത് അത് കോടതിയിൽ പ്രതിഫലിക്കുന്നു. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്മേൽ 2 ആഴ്ചക്കകം ഇതിൻ്റെ നിലപാട് അറിയിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് നാം കാണേണ്ടത്, എം ജയചന്ദ്രൻ? സാറേ, ഇത് സംബന്ധിച്ച് പിന്നെ ഓഗസ്റ്റ് 17-ാം തീയതി തന്നെ നമ്മൾ വ്യക്തമായ വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുത്തതാണ്. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1202.12 കോടി രൂപയാണ് കൃത്യമായ ദുരിതാശ്വാസം ഇപ്പോൾ നടത്താൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത്. മൊത്തത്തിൽ 2000 കോടി രൂപ വേണം എന്ന് ഏറ്റവും വിശദമായ DPR തന്നെയാണ് കൊടുത്തത്. അതിന് പിന്നെ ഒരു അനുകൂല പ്രതികരണവും കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായില്ല. എങ്കിലും സംസ്ഥാനം മുഖ്യമന്ത്രി അടക്കം മറ്റ് മന്ത്രിമാരടക്കം നമ്മൾ പ്രതീക്ഷിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഹൈക്കോടതിക്ക് കാര്യം മനസ്സിലായി. കേരളത്തിലെ സമീപകാലത്ത് എങ്ങും ഉണ്ടാവാത്ത ഇത്ര വലിയൊരു ദുരന്തം ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായപ്പോൾ അതിനോട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന. ശ്രീ എം ജയചന്ദ്രൻ, ഈ പറയുന്ന കാര്യം ശബ്ദങ്ങളിൽ വ്യക്തതക്കുറവ് കൂടിയുണ്ട്. എന്തായിരുന്നാലും വളരെ ഗൗരവമുള്ള സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്രം കാണിക്കുന്ന വിവേചനത്തിനെതിരെ ഇതാ കോടതിയിലും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്മേൽ കോടതിയിലും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര നിലപാട് ഉടൻ അറിയിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് വരുന്നത്. തമിഴ്നാടിനും കർണാടകയ്ക്കും ലഭിച്ച ആനുകൂല്യം എന്തുകൊണ്ട് കേരളത്തിന് ഇതുവരെ ലഭിച്ചില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി വരികയാണ്. അത് ജുഡീഷ്യറിയിൽ കൂടി പ്രതിഫലിക്കുന്നു എന്ന് വേണം ഇത് കാണാൻ. ഇതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് ഉമേഷ് നൽകിയത്.